ഹായ് ഗൈസ്, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊറിയൻസിൻ്റെ അഡ്വാൻസ്ഡ് ഗ്ലാസ് സ്കിൻ കെയർ റൂട്ടീൻ ഒന്നായ PDRN സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ PDRNൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ പോളി ഡിയോക്സി റിബൺ ന്യൂക്ലിയോടൈഡ് എന്നാണ് എൻ്റെ ഫുൾ നെയിം. ഇത് 1980 ഇറ്റലിയിലാണ് ഈ PDRN എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് കണ്ടുപിടിച്ചത്. ഇത് സാധാരണമായി നമ്മുടെ സാൽമൺ മത്സ്യങ്ങളില്ലേ, നമ്മുടെ അയില പോലത്തെ സാൽമൺ മത്സ്യങ്ങൾ, ഈ മത്സ്യങ്ങളുടെ DNA ഫ്രാഗ്മെൻസിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യേകതരം റീജനറേറ്റീവ് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറഞ്ഞ PDRN എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇത് ആദ്യ കാലങ്ങളിൽ സ്കിൻ കെയറിൽ വൂണ്ട് ഹീലിംഗ്, ടിഷ്യൂ റിപ്പയർ മുതലായ കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. പിന്നീട് ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കിയ കൊറിയൻ ഗവൺമെൻറ് 2000 ഇത് ഹൈഡ്രേഷൻ, സ്കിൻ ഗ്ലോയിങ്, അതുപോലെ തന്നെ ആക്നെ, അതുപോലെ തന്നെ സ്കിൻ റിപ്പയർ മുതലായ കാര്യങ്ങൾക്കായി ഉപയോഗിച്ച് തുടങ്ങി. ഈ ഒരു PDRN സ്കിൻ കെയർ റൂട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നമ്മുടെ സ്കിന്നിന് വരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് സ്കിന്നാണ്. നമ്മുടെ സ്കിന്ന് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആകും. രണ്ടാമത്തെ, സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആകും. പിന്നെ നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ആകും. നന്നായിട്ട് കൊളാജൻ ബൂസ്റ്റ് ആകും. നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ സംഭവിച്ചോ അതെല്ലാം ക്ലിയറായി സ്കിൻ നല്ല ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. പിന്നെ ചില ആൾക്കാരുടെ സ്കിൻ എപ്പോഴും നല്ല ഡള്ളായിരിക്കുന്ന ആൾക്കാരുള്ള സ്കിന്ന്, നമ്മൾ എന്ത് ക്രീം ഇട്ടാലും സ്കിൻ എപ്പോഴും ഡള്ളായിരിക്കും. ആ ഡൾനെസ് ഒക്കെ മാറ്റി സ്കിൻ അവർ റെഡ്നെസ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സ്കിന്നിൻ്റെ ഓവറോൾ അപ്പിയറൻസും ടെക്സ്ചറും എല്ലാം നല്ല ഇമ്പ്രൂവ് ആയി നമ്മുടെ സ്കിൻ നല്ല 100% ഹെൽത്തി ആയി മാറ്റുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീനാണ് ഈ പറഞ്ഞ PDRN സ്കിൻ കെയർ റൂട്ടീൻ. നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ PDRN ഈ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ ഒരു ഫുൾ ഡേ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് AM to PM. അപ്പോൾ ഫസ്റ്റ് AM നിങ്ങൾ രാവിലെ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ഡേർട്ടും അതുപോലെ എക്സസീവ് ഓയിലൊക്കെ മാറി നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആകും. അപ്പോൾ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റിയ 2 ക്ലെൻസേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ഏതാണെന്ന് നോക്കി അത് മാത്രം മേടിക്കുക കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെറ്റാഫിലിൻ്റെ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ക്ലെൻസർ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സെറം, അതായത് PDRN സെറം നിങ്ങളുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എഫക്റ്റീവായ 2 സെറംസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മെഡിക്യൂബിൻ്റെ PDRN പെപ്റ്റൈഡ് സെറം, അതല്ലെങ്കിൽ അനുവ എന്ന ബ്രാൻഡിൻ്റെ PDRN ഹൈറലോണിക് ആസിഡ് സെറം. അപ്പോൾ ഈ സെറം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്തിനാണെന്നറിയാമോ? ഈ സെറം നമ്മുടെ സ്കിന്നിലേക്ക് ഫുള്ളി അബ്സോർവ് ആകാൻ വേണ്ടിയാണ്. അങ്ങനെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നല്ലൊരു സെറാമൈഡിൻ്റെ മോയ്സ്ചറൈസറാണ്. സെറാമൈഡ്സിനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഈ പറഞ്ഞ സെറാമൈഡ്സ്. ഈ സെറാമൈഡ്സ് കണ്ടന്റുള്ള മോയ്സ്ചറൈസറാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ. അതിന് ഏറ്റവും എഫക്റ്റീവായ 2 മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ സെറാവിയുടെ സെറാമൈഡ് മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ ഡോക്ടർ ഷെയ്ത്തിൻ്റെ സെറാമൈഡ് മോയ്സ്ചറൈസർ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഈ മോയ്സ്ചറൈസർ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാരണം ഈ മോയ്സ്ചറൈസർ കൂടെ ഒന്ന് ഫുള്ളി അബ്സോർവ് ആകാൻ വേണ്ടിയാണ്. 5 മിനിറ്റ്സ് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സൺസ്ക്രീൻ. അത് നിങ്ങൾ വീട്ടിലാണേലും പുറത്താണേലും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ചാൽ ഏത് സൺസ്ക്രീനാണോ അത് മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ പരസ്യത്തിക്കാണ് സൺസ്ക്രീൻ അല്ല. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഓയിലി ആണെങ്കിലും ഡ്രൈ ആണെങ്കിലും അതുപോലെ കോമ്പിനേഷൻ ആയാലും നോർമൽ ആയാലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ചായ സൺസ്ക്രീൻ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് SPF 50+ തന്നെ വേണം. തൽക്കാലത്തേക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 2 സൺസ്ക്രീൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ മിനിമാലിസ്റ്റിൻ്റെ SPF 50+, അതല്ലെങ്കിൽ അക്വാലോജിക്ക എന്ന ബ്രാൻഡിൻ്റെ SPF 50+. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും സൺസ്ക്രീൻ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക. ഇതാണ് നമ്മുടെ AM റൂട്ടീൻ. പിന്നെ വരുന്നത് PM ആണ്, അതായത് രാത്രി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ക്ലെൻസ് ചെയ്യുക. നമ്മൾ രാവിലെ ഉപയോഗിച്ച ക്ലെൻസേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ക്ലെൻസർ വെച്ച് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ PDRN സെറം ഇല്ല, നമ്മൾ രാവിലെ ഉപയോഗിച്ച അതേ PDRN സെറം നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സെറം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാര്യം രാവിലെ സെറം ഇല്ല, വൈകുന്നേരം മാത്രമേ ഈ സെറം ഉള്ളൂ. ഇത് പെപ്റ്റൈഡ് സെറം എന്ന് പറയും. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ആകാനും നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പെപ്റ്റൈഡ് സെറം നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നെങ്കിൽ ദ ഓർഡിനറി എന്ന ബ്രാൻഡിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് സെറം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിനിമാലിസ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ മൾട്ടി പെപ്റ്റൈഡ് സെറം യൂസ് ചെയ്യാവുന്നതാണ്. ഈ പെപ്റ്റൈഡ് സെറം യൂസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാര്യം ഈ സെറം കൂടെ നമ്മുടെ സ്കിന്നിലേക്ക് ഫുള്ളി അബ്സോർവ് ആകാൻ വേണ്ടിയാണ് ഈ 5 മിനിറ്റ്സ് പറയുന്നത്. അതിനുശേഷം നമ്മൾ രാവിലെ ഉപയോഗിച്ച മോയ്സ്ചറൈസർ ഇല്ലേ, സെറാവിഡ് ആയിക്കോട്ടെ ഏത് മോയ്സ്ചറൈസർ, നമ്മൾ രാവിലെ ഉപയോഗിച്ച മോയ്സ്ചറൈസർ, ആ മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡെയിലി ഇല്ല, ഇത് വീക്ക്ലി 3 ടൈംസേ ഉള്ളൂ. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് സ്ലീപ്പിംഗ് മാസ്ക് ഇല്ലേ,
ഈ സ്ലീപ്പിംഗ് മാസ്ക് നിങ്ങളുടെ മുഖത്തിടുക. ഇത് എന്തിനാണ് ഇടുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഒരു മോർണിംഗിൽ ഒരു ഗ്ലോ ഒക്കെ കിട്ടാൻ നമ്മുടെ സ്കിന്നൊന്ന് ക്ലിയർ ആകാൻ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയാണ് ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പിൽഗ്രിം എന്ന ബ്രാൻഡിൻ്റെ ഗ്ലോ സ്ലീപ്പിംഗ് മാസ്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്യൂബിൻ്റെ ഓവർനൈറ്റ് സ്ലീപ്പിംഗ് മാസ്ക്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ലീപ്പിംഗ് മാസ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ നമുക്ക് ഈ PDRN സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാം എന്നുള്ളതാണ്. 18 വയസ്സിന് മുകളിലേക്കുള്ള ആർക്ക് വേണമെങ്കിൽ സ്ത്രീക്കോ പുരുഷനോ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഗർഭിണികളും അതുപോലെ ഫീഡിങ് ചെയ്യുന്ന അമ്മമാരും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. 18 വയസ്സ് താഴെയുള്ള കൊച്ചുകുട്ടികളും ഇത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ PDRN സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ഷുഗർ കട്ടാണ്. ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ട് കാര്യമാണ്, നിങ്ങളുടെ ഫുഡിൽ ഷുഗറിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. അതുപോലെ ഓയിൽ കട്ട് പറഞ്ഞാൽ ഓയിൽ പൂർണ്ണമായി ഒഴിവാക്കാൻ പറയുന്നില്ല, പക്ഷേ ഓയിലിൻ്റെ അളവും പരമാവധി കുറയ്ക്കുക. ഇത് രണ്ടും മസ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ റിസൾട്ട് ടേക്കിംഗ് ടൈമാണ് 8 to 12 വീക്സ് ആണ് നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങാൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് 8 to 12 ആഴ്ച വരെ എടുക്കും. കാര്യം ഇതിനകത്ത് സ്റ്റെറോയിഡ്സോ ബാക്കി മെർക്കുറിയോ ലെഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. 100% സേഫ് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് 8 to 12 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.